ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ എന്നും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചട്നിയും ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ആലു ഗാർലിക് പൊറോട്ടയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മൈദ വെച്ചല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഇതും കൂടി നമുക്ക് ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉരുളക്കിഴങ്ങൊന്നും വേണ്ട. നമ്മൾ 1 കപ്പ് പൊടി എടുക്കുമ്പം അതിനനുസരിച്ച് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് മാത്രം മതി കേട്ടോ. 3-4 വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ചില്ലി ഫ്ലേക്സ് നമ്മുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുളക് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒരിക്കലും നമ്മൾ മുളക് പൊടി ചേർക്കരുത്. എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയാണ്, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, നമ്മുടെ ഈ പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉരുളക്കിഴങ്ങിനകത്തിൽ ഒട്ടും തരികളൊന്നും ഇല്ലാതെ വേണം നമ്മൾ ചേർക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു നല്ലൊരു ഗാർലിക് ചട്നിയും ഉണ്ടാക്കുന്നുണ്ട്. നല്ല വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ചട്നിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആ ചട്നി ഉണ്ടാക്കുന്ന നേരം വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്കൊരു 8-10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. 7 അല്ലി ചുവന്നുള്ളി മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. കൂടെ തന്നെ മീഡിയം സൈസിലുള്ള 2 തക്കാളി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്നിച്ചതിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് മൂത്തു പോകരുത് നമ്മുടെ വെളുത്തുള്ളിയൊന്നും. അപ്പോൾ അതാണ് പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത ശേഷം 1 മിനിറ്റ് ഒന്ന് വഴണ്ട് വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ട് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ട് ഈ ഒരു പരുവായപ്പോൾ ഞാനതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടിയും കൂടെ ചേർത്ത് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയിലയും ഈ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഈ ഒരു ചട്നി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ കൂടെ 1 തണ്ട് പുതിനയിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മല്ലിയില പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അപ്പോൾ അതാണ് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ നമുക്ക് പേസ്റ്റ് രൂപത്തിൽ വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്.
അപ്പോൾ ചട്നിക്കുള്ളത് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പൊറോട്ട തയ്യാറാക്കാം. ഇത് പ്രത്യേകിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചട്നി ഉണ്ടാക്കുന്ന ആ നേരം കൊണ്ട് ഞാനതൊന്ന് മാറ്റി വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഞാനതിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുള്ളതാണ്. നല്ലൊരു മണവും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നേരം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ടുള്ള പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്ക് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ ഗോതമ്പ് ദോശയും മൈദ ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്നും വെറുതെ ഇതുപോലെ കലക്കി ചുടുന്നതല്ലാതെ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ വശത്ത് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദാണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്ത ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോഴേ നല്ല രീതിയിൽ ആ മറു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമുക്ക് 2 സൈഡ് നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് ആലുവും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ ആലു ഗാർലിക് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ആ ഒരു നേരം കൊണ്ട് ചട്നിയും അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമാക്കാതെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഞാൻ ചട്നി എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.